ഹലോ ഹലോ ആരാ? വെൽവിഷറെന്നോ അഭ്യുദയകാംക്ഷയെന്നോ അതോ അല്ലെങ്കിൽ നിന്റെ രക്ഷകയെന്നോ എന്ത് വേണേലും വിളിക്കാം. ഞാൻ വിളിച്ചതൊരു നല്ല കാര്യം പറയാനാ. നിനക്കപ്പം നല്ല കാര്യം പറയാനും അറിയാം. അപ്പൊ നിനക്കെന്നെ മനസ്സിലായി. ട്രൂ കോളറിൽ വരെ ഉടായിപ്പെന്ന് തെളിഞ്ഞു വരുന്നവളെ പിന്നെ മനസ്സിലാവാതിരിക്കോ? അപ്പൊ ആരാന്നുള്ള നിന്റെ ചോദ്യം എന്നെ അറിഞ്ഞുകൊണ്ടൊന്ന് ആക്കിയതാണല്ലേ? ഇപ്പോഴത്തെ വിളിയുടെ ഉദ്ദേശം പറയേ. എന്ത് മലമറിക്കുന്ന കാര്യം പറയാനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? ഒരു ചിന്ന ഇൻഫർമേഷൻ തരാൻ. ഒരു സൈക്കോ കില്ലറെ കൂട്ടത്തിൽ കൊണ്ട് നടന്നിട്ട് നിനക്കിതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. മനസ്സിലായില്ല. അല്ല, ഒരു പീഡനവീരനെ കൂടെ കൊണ്ട് നടന്നിട്ട് നിന്നെ ഇതുവരെ അവൻ ഉപദ്രവിച്ചില്ലേന്നാ ചോദിച്ചത്. പീഡനവീരനോ? അതാരാ? അപ്പൊ കൊച്ചമ്മയൊന്നും അറിഞ്ഞിട്ടുമില്ല, കൊച്ചമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടുമില്ല. എടി, ഒരുത്തനെ കൊന്നിട്ട് അവന്റെ സ്ഥാനത്ത് നീ വേറൊരുത്തനെ കൊണ്ട് നടക്കുന്നില്ലേ? അവന്റെ കാര്യം ഞാൻ ഈ പറയുന്നേ. മൈൻഡ് യുവർ വേർഡ്സ്. നിന്റെ തെരുവ് സംസാരം എന്റെ അടുത്ത് വേണ്ട. തെരുവ് സംസാരവും തെരുവ് ചട്ടമ്പികളെ പോലുള്ള പെരുമാറ്റമൊക്കെ ആരാണെന്ന് നീയൊന്ന് TV വെച്ച് നോക്കടി. അപ്പ കാണാം കൂടെ കൊണ്ട് നടക്കുന്നവന്മാരുടെയൊക്കെ തനിക്കോണം. ഞാൻ എന്തായാലും ഹോൾഡ് ചെയ്യാം, നീ പോയി കാണ്. ഒരു സ്ത്രീയുടെ നേരെയാണ് ഈ കൊടും ക്രൂരത കാണിച്ചിരിക്കുന്നത്. അതും പട്ടാപ്പകൽ. ക്രൂരതയുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളിലേക്ക്. വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനവുമായി വീട്ടിൽ കൊണ്ടുവന്ന് ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. മുറിയിൽ അടച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചു. മരണഭയത്തോടെ മുറിയിൽ കയറി വാതിലടച്ച ആ പെൺകുട്ടിയുടെ ദീനവിലാപം നിങ്ങൾക്കിപ്പോൾ നേരിട്ട് കാണാം. ഇത്രയും ക്രൂരത ഒരു സ്ത്രീയോട് ചെയ്യുവാൻ എങ്ങനെ തോന്നുന്നു? എന്തായാലും ഈ സൈക്കോ കില്ലറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ ഹലോ എങ്ങനുണ്ട്? ആ പാവം പെണ്ണിന്റെ മുഖത്തുനിന്ന് നെറ്റിന്നൊക്കെ ചോര ഒഴുകുന്ന കണ്ടോ? TV പറഞ്ഞത് കേട്ടോ? സൈക്കോ കില്ലറാണ് അവന്ന്. നിനക്ക് ഇനിയും രക്ഷപ്പെടാനുള്ള സമയമുണ്ട്, അല്ലെങ്കിൽ നിന്റെ അവസ്ഥ ഇതിലും മോശമായിരിക്കും. നിങ്ങളിപ്പോ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ശിവനല്ല യഥാർത്ഥ ശിവൻ. ശിവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാൻ വേണ്ടി എന്ത് സാഹസത്തിനും ഏതറ്റം വരെയും പോവും. എന്തിനും അവൻ തയ്യാറാവും. അവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നമ്മൾ വീടിന്റെ മുന്നിൽ ബിവെയർ ഓഫ് ഡോഗ് എന്ന് എഴുതി വെക്കാറില്ലേ? മനസ്സിൽ അതുപോലെ കുറിച്ചു വെക്കേണ്ട വാചകമാ ബിവെയർ ഓഫ് ശിവൻ.